ഹലോ, ഞാൻ നസ്രീൻ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വീട്ടിൽ ആരുമില്ല, കാരണം ഹസ്ബൻഡ് ഗൾഫിൽ പോയി. അപ്പം ഈ പോയ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോഴും അതിൽ നിന്ന് മനസ്സൊന്ന് മാറാൻ കഴിഞ്ഞിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് പൊട്ടത്തരങ്ങളും എന്ത് സന്തോഷങ്ങളും എന്ത് തമാശകളും ഒക്കെ ഞാൻ ഷെയർ ചെയ്യുന്നത് ഹസ്ബൻഡിനോടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് ഇപ്പം ആ ഇല്ലാത്തൊരു സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു എന്താ പറയുക, ഇപ്പോൾ ഒരു ഗ്ലൂമി മൈൻഡാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്കൂൾ കഴിഞ്ഞ് വന്നാലും സ്കൂളിൽ പോകുന്ന സമയത്തൊന്നും ഒന്നും ഷെയർ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ യൂട്യൂബിലുള്ളതുകൊണ്ട് നിങ്ങളോടെങ്കിൽ എനിക്ക് പറയാമല്ലോ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രവാസി ഭാര്യമാരുടെ അവസ്ഥ തന്നെയായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ സമയം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കൂടെ ആളില്ലല്ലോ എന്നൊക്കെയുള്ള ചിന്തകളായിരിക്കും നമുക്ക് കൂടുതലുണ്ടാവുക. പക്ഷേ ഒരൊറ്റ കാര്യം കരുതി നമ്മൾ സമാധാനിക്കുക. എന്ത് ചെയ്യുക, നമുക്ക് നമ്മുടെ ലൈഫിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, കുറേ കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ സ്ട്രഗിൾ ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനേ പറ്റുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സുകൊണ്ടിരിപ്പിക്കുക. പിന്നെ ഞാനവിടെ 2 മാസം ഹസ്ബൻഡിൻ്റെ അടുത്ത് പോയി നിന്നിരുന്നു. അപ്പോൾ ഞാനൊരു പ്രവാസിയുടെ ജീവിതം കണ്ടനുഭവിച്ചതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പോകുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ എപ്പോഴും ഫ്രണ്ട്സിൻ്റെ കൂടെയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഞാൻ പരാതി പറയാറുണ്ട്. പക്ഷേ ഞാൻ 2 മാസം അവിടെ പോയെന്ന സമയത്ത് ഞാൻ മനസ്സിൽ കരുതിയിരുന്നു, ഇനി ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോഴൊന്നും ഞാനൊന്നും പറയൂല എന്ന്. കാരണം അങ്ങനെയായിരുന്നു അവിടുത്തെ ലൈഫ്. കാരണം അവർക്ക് അവിടെ ഒരു ഫ്രീ ടൈമോ അങ്ങനെ കുറേ സമയങ്ങളൊന്നുമില്ല. കുറച്ച് സമയമുള്ളതെന്നുള്ളത് നമുക്ക് അവർക്ക് ഫുഡ് കഴിക്കാനും അതേപോലെ തന്നെ ഡ്യൂട്ടി സമയം, കുളിക്കാനൊക്കെ ഒരു പ്രത്യേക സമയം, അങ്ങനെയൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ടുന്ന ഒരു ലൈഫാണ് ഞാൻ കണ്ടത്. അപ്പോൾ അതിന് ശേഷം നമ്മളെ ബുദ്ധിമുട്ട് ആലോചിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, നേരെ ഞാൻ ഓപ്പോസിറ്റുള്ള ആളെ ബുദ്ധിമുട്ടാണ് ആലോചിക്കുക. കാരണം അവരത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് നമുക്ക് വേണ്ടി അവിടെ ജീവിക്കുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ ബുദ്ധിമുട്ട് കുറച്ചൊക്കെ വേദനകളൊക്കെ സഹിക്കണ്ടേ. അപ്പോൾ എനിക്ക് എല്ലാ പ്രവാസി ഭാര്യമാരോടും പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വേണ്ടിയിട്ടാണ് അവർ ഇത്രയും ബുദ്ധിമുട്ടൊക്കെ സഹിച്ച് കാണാത്ത ദൂരത്ത് പോയി ജോലി ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ സന്തോഷത്തിനും നമ്മുടെ സമാധാനത്തിനും വേണ്ടിയിട്ടല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കുറേയൊക്കെ എന്താ പറയുക, ക്ഷമിച്ച് സമാധാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി നമ്മൾ ജീവിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചുറ്റുപാടും കേൾക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പ്രവാസികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ എത്രയോ വേദനാജനകമായിട്ടുള്ള ഓരോരോ കാര്യങ്ങളാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ കാണാനും പറ്റണില്ല. ഇവിടുത്തെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും അതിൻ്റെ പുറമെ ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് അവരൊക്കെ ആകെ എന്ത് ചെയ്യും, തകർന്നു പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മളൊക്കെ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അനുഭവിക്കുന്ന വേദന അതേപോലെ തിരിച്ച് മറ്റാളും അത് അനുഭവിക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് ക്ഷമിക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കുക. ഞാനും എന്താ പറയുക, ചില സമയങ്ങളൊക്കെ കരുതാറുണ്ട്, എന്തൊരു ജീവിതമാണ് ഇങ്ങനെ ജീവിതം, പിന്നെ എന്താ പറയുക 2 വർഷം ഇനി ഇങ്ങനെ കാത്തിരിക്കണം. പക്ഷേ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്നെ സ്കൂളിൽ പോകാനും സ്കൂളിൽ നിന്ന് കൊണ്ടുവരാനും അതേപോലെ തന്നെ നമുക്കെന്തെങ്കിലും പ്രോഗ്രാമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പോകാനൊക്കെ എനിക്ക് ആരെയും ആശ്രയിക്കേണ്ട ഒരവസ്ഥ ഇല്ല. പക്ഷേ ഇപ്പോൾ എനിക്കിന്ന് സ്കൂളിൽ പോകാൻ ഒരു വണ്ടി പോലും എനിക്ക് സ്കൂളിൽ പോകാനില്ല, നടന്ന് ഞാൻ പോകണം. പക്ഷെ അതൊക്കെ ഞാൻ എന്താ വെച്ചാൽ എന്താ പറയുക, ആ സമയത്ത് നമ്മൾ വേറൊരാളാവും. അവർ വരുന്ന സമയത്ത് അവർ പോയി കഴിഞ്ഞാൽ നമ്മളെന്താവും, എല്ലാത്തിനും തരണം ചെയ്യുന്ന ഒരാളായി മാറുകയും ചെയ്യും അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം തോന്നിയോണ്ട് പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കമൻസുകളൊക്കെ നിങ്ങൾ രേഖപ്പെടുത്തുക, നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക കേട്ടോ.